നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഫോർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫോർമേഷനാണ്. നമുക്ക് എന്തൊക്കെ നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് പേടിഎം അക്കൗണ്ടിനെ കുറിച്ചാണ്. പേടിഎം അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ടാകും. ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായ പേടിഎമ്മിന്റെ ലൈസൻസ് റദ്ദാക്കി. റിസർവ് ബാങ്കിന്റേതാണ് നടപടി. നേരത്തെ പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നത് വിലക്കിയിരുന്നു. നിയമലംഘനത്തിന്റെ പേരിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. പേടിഎം അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ നിലവിൽ പേടിഎം അക്കൗണ്ടാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കും. അധിക കടകളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പേടിഎം അക്കൗണ്ടാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വലിയൊരു ശൃംഖലയായിട്ടുള്ള ഒരു UPI ട്രാൻസാക്ഷൻ ആപ്പാണ് പേടിഎം. ഈ പേടിഎമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ, ബാങ്കിങ് ഫീച്ചർ. സാധാരണ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ ATM കാർഡൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ. അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു. ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് സീറോ ബാലൻസിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു പേടിഎം കൊണ്ടുവന്നിരുന്ന പേടിഎം ബാങ്ക് അക്കൗണ്ട്. അതിനകത്ത് ATM കാർഡുണ്ട്. ആവശ്യമുള്ളവർക്ക് അപ്ലൈ ചെയ്താൽ ATM കാർഡ് കിട്ടും. സാധാരണ നമുക്ക് ATMിൽ നിന്ന് പണം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് പണം എടുക്കാൻ സാധിക്കും. അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ബാങ്ക് ഫീച്ചറുകൾ, ബാങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതൊക്കെ പേടിഎം ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നിലവിൽ RBI പേടിഎമ്മിൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ലൈസൻസ് റദ്ദാക്കിയെന്നത് അറിഞ്ഞതോടുകൂടി ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് വലിയ ആശങ്കയിലാണ്. കാരണം പണം നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതുപോലെ തന്നെ അക്കൗണ്ടിൽ പണമുള്ള ആളുകൾ, ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഭയപ്പാടിലാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടിൽ, അതായത് പേടിഎമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പണമുള്ള ആളുകൾക്ക് ഇപ്പോൾ അത് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. UPI ട്രാൻസാക്ഷൻ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പണം അയച്ചു കൊടുക്കാൻ, അതായത് ഗൂഗിൾ പേ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഗൂഗിൾ പേയോ ഫോൺ പേ പോലെ നിങ്ങൾക്ക് ഈ ഒരു പേടിഎം ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാം, ഇൻഷുറൻസ് അടക്കാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു ഫീച്ചറുകളൊക്കെ പേടിഎമ്മിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം. പല ആളുകളും ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ലൈസൻസ് റദ്ദാക്കിയതോടുകൂടി പേടിഎം മൊത്തത്തിൽ നിർത്തലാക്കി, അതുകൊണ്ട് പേടിഎമ്മിൻ്റെ എല്ലാ സർവീസും സ്റ്റോപ്പ് ചെയ്തു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഓർക്കുക, പേടിഎമ്മിൻ്റെ ബാങ്ക് സർവീസ് മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അത് RBIയുടെ നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേടിഎമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ട്, പേടിഎമ്മിൽ ഉപയോഗിച്ചിരുന്ന ബാങ്ക് സർവീസ് ഓഫ് ചെയ്തിട്ടുള്ളത്. UPI ട്രാൻസാക്ഷൻ എല്ലാ ഫീച്ചറുകളും നിലവിലുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും. സ്കാൻ ചെയ്യാൻ, കടകളിൽ പോയി സ്കാൻ ചെയ്ത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേ അനിവൺ എന്നുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം നിങ്ങൾക്ക് മറ്റ് ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാലൻസ് എൻക്വയറി, അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജ്, ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റെല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് ആക്റ്റീവാണ്. ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചറും ഇതിനകത്ത് ലഭ്യമാണ്. ഓൺലി ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് FI മണി എന്ന ആപ്പിനെ കുറിച്ചാണ്. FI മണി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. FI മണി ഒരുപാട് പേര് അക്കൗണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ വളരെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. FI മണി എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ നിയോൺ ബാങ്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് FI മണി. അതിനകത്തൊരു ആപ്പുണ്ട്. ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ATM കാർഡുണ്ട്, പണം ട്രാൻസ്ഫർ ചെയ്യാം, വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ഒരു ബാങ്കിങ് സർവീസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആപ്പായിരുന്നു FI മണി ആപ്പ്. FI മണി ആപ്പ് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് നിർത്തിയിരിക്കുന്നു എന്നുള്ള പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. പല ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനടക്കമുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിനകത്ത് FI മണി എന്നുള്ള ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതിനകത്ത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൂഗിൾ പേ പോലെ പണം ട്രാൻസ്ഫർ ചെയ്യാനും, അതുപോലെ തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഒരു ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന പോലെ എല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരുപാട് കാലമായി ഉപയോഗിക്കുന്നു. വലിയ വലിയ ട്രാൻസ്ഫറുകൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മികച്ചൊരു അക്കൗണ്ടായിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ നിയോൺ ബാങ്ക് അക്കൗണ്ടായിട്ടുള്ള FI മണി. നേരത്തെ ജുപ്പിറ്റർ അക്കൗണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വളരെ നേരത്തെ. ജുപ്പിറ്റർ അക്കൗണ്ടും FI മണിയെ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അക്കൗണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് ബാങ്കിൽ പോകാതെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനായിരുന്നു ഈ ഒരു FI മണി. എന്നാൽ നമ്മൾ FI മണിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന പണം അത് ഫെഡറൽ ബാങ്കിൽ തന്നെയായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ചെയ്യുന്നത് FI മണി നിർത്തലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും ആശങ്കപ്പെടുന്നുണ്ട്, FI മണി നിർത്തലാക്കിയാൽ എൻ്റെ അക്കൗണ്ടിലെ പണം എന്താകും എന്നൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. പേടിക്കേണ്ട. മെയ് മാസം 15-ാം തീയതിയാണ് FI മണിയുടെ ആപ്പ് ഡീആക്ടിവേറ്റ് ആകുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആകുന്നു. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആകുന്നില്ല. നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എന്നുള്ളൊരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. നിങ്ങളത് ലോഗിൻ ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് OTP വരും. OTP കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു FI മണി അക്കൗണ്ട് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടായിട്ട് ഫെഡ് മൊബൈൽ എന്നുള്ള ആപ്പിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ FI മണിയിൽ സ്ഥിരമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ FI മണി അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടായിട്ട് മാറും.
അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൽ നിലവിൽ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം ഒരു അക്കൗണ്ട് നിലനിർത്തുക, രണ്ടാമത്തെ അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ ഓൾറെഡി അക്കൗണ്ടുള്ള ആളാണെങ്കിൽ ഈ FI മണി എന്ന നിയോൺ ബാങ്ക് കൂടെ ഫെഡറൽ ബാങ്കിലേക്ക് അക്കൗണ്ടായി മാറുമ്പോൾ നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഒരു അക്കൗണ്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ FI മണി ആപ്പ് നിർത്തലാക്കുകയാണ്. മെയ് മാസത്തോടു കൂടെ നിർത്തലാകും. നിർത്തലായി കഴിഞ്ഞാൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് അവിടെ കാണാൻ സാധിക്കും. അത് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഈ FI മണി എന്നുള്ള അക്കൗണ്ട് നിലവിൽ നിന്ന് നഷ്ടമാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, FI മണിയുടെ ATM കാർഡ് ഉപയോഗിക്കുന്ന ആൾക്ക് ഇപ്പോൾ നിലവിൽ ATM കാർഡ് യൂസ് ചെയ്യാം. ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരും. മെസ്സേജ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ പോയിട്ട് പുതിയ ATM കാർഡ്, ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.